എടാ നിഷാനെ, പറയടാ ഷാനെ. ഇന്നത്തെ ഷോക്കുള്ള സമയമായി എന്നാ തോന്നുന്നത്. നീ തയ്യാറല്ലേ? ഞാൻ പണ്ടേ തയ്യാറായതല്ലേ. എന്റെ അമ്മയുടെ കുട്ടിക്കുറുമ്പുള്ള നല്ല മൊഞ്ചുള്ള നല്ല സ്നേഹമുള്ള കുഞ്ഞായിരുന്നപ്പോ തന്നെ. ഓക്കേ ഗുരു. ഇപ്പൊ തന്നെ കള്ളന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്താ പിടിച്ചോ? കള്ളൻ കള്ളൻ പിടിച്ചോ. കള്ളൻ കള്ളൻ. അയ്യേ, ഇത് കള്ളനല്ല, എലിയാ. ഹലോ ബൽവന്ത്, വേഗം ഒന്ന് ഓഫീസിലേക്ക് വാടോ. ഇവിടെ എലികളാകെ കുളമാക്കി. സാറേ, ബല്ല സാറേ, നോട്ട് ഫിയർ, എല്ലാം ശരിയാക്കാം. എലികളെ പിടിക്കുന്നതിൽ എന്നേക്കാൾ സമർത്ഥനായ വേറെ ആളുണ്ടാവില്ല. അതെ ബൽവന്ത്, എന്തൊക്കെയാണോ ഇത്? സാറ് കാഴ്ച കണ്ട് നിന്നാ മാത്രം മതി സാറേ. ഓ അതെ അനന്തരവാ, ബല്ല സാറേ, നിങ്ങൾ രണ്ടുപേരും ഈ ലാത്തി വെച്ച് അടിച്ച് ശബ്ദമുണ്ടാക്കണം. എങ്കിലേ എലികൾ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരൂ. അങ്ങനെ നമ്മുടെ വലയിലും കുടുങ്ങും. എടാ ഷാനെ, ഇവര് കോൽക്കളിക്ക് ഒരുങ്ങിയാണല്ലോ. നീ വാട നിഷാനെ, നമുക്ക് ഇവരുടെ ദേഹത്ത് ചവിട്ട് നാടകമാടാം. എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. ഓ നിങ്ങളെ ഞാനിത് തള്ളി കൊല്ലും. അമ്മാവാ, മെഷീൻ ഓൺ ചെയ്തോ, വേഗം. അമ്മാവാ, ഇതങ്ങനെ സാധാരണ എലികളൊന്നുമല്ല. ഇവര് ശരിക്കും ട്രെയിനിങ് എടുത്തവരാ. വീട്ടിലെയും ഓഫീസിലെയും എലികളും കോക്രോച്ചുകളും പ്രാണികളും എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ ഒരു രൂപ ചെലവില്ലാതെ എലിയെ പിടിക്കുമെന്നോ? അവരെ വിളിക്ക്, വേഗം ഇങ്ങോട്ട് വിളിക്ക്. ഞാനാണ് റോളി. ഞാനാണ് പോളി. ഡുവൽ ആക്ഷൻ പോലെ. ആദ്യത്തെ പെസ്റ്റ് കൺട്രോൾ തികച്ചും ഫ്രീ ആണ്. ഇനി ഒരു ടെൻഷനുമില്ല സാറേ. എലികളാണെങ്കിലും മറ്റു ക്ഷുദ്രജീവികളാണെങ്കിലും റോളി പോളിയുടെ മുമ്പിലെത്തിയാൽ അവർ ഭീരുക്കളായി ഓടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളും മരുന്നടിക്കുന്നത് കൊണ്ട് നാളെ കാലത്ത് വരെ ഈ ഓഫീസിൽ ആരും ഉണ്ടാവാൻ പാടില്ല. കേട്ടല്ലോ? എങ്കിൽ വാ നിഷാനെ, നമുക്ക് ജോലി തീർന്നില്ലല്ലോ. എങ്കിൽ വീട്ടിൽ ചെന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലേ? അതുകൊണ്ട് ശരിക്കും അത്ഭുതം തോന്നുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി. ഇനി നിങ്ങൾ ഈ ഓഫീസ് ലോക്ക് ചെയ്തോളൂ. നാളെ വരെ ആരും ഇതിനകത്ത് കയറരുത്. ഓക്കേ? അവിടെ മരുന്ന് തളിച്ചതല്ലേ, ശ്വസിച്ചാൽ പ്രശ്നവും. എങ്കിൽ ഈ റോളിയും പോളിയും ബൈ ബൈ പറയുന്നു. ബൈ ബൈ. ഹലോ, ഇന്ന് രാത്രി ഭല്ലയുടെ ഓഫീസിൽ ആരും ഉണ്ടാവില്ല. കതകം തുറന്നു വെച്ചിട്ടുണ്ട്. മൈതാനം ക്ലീൻ ആണ്. പക്ഷെ ഈ സംസാരിക്കുന്നത് ആരാണെന്ന് എന്നോട് ആദ്യം പറയൂ. ഒരു അഭ്യുദയകാംക്ഷി. ഹലോ സാർ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, ബല്ല സാറിന്റെ ഓഫീസിലേക്ക് 2 കള്ളന്മാർ കയറുന്നത് ഞങ്ങൾ ഇപ്പോൾ കണ്ടു.
ഇവരിങ്ങനെ ചോദിച്ചാ പറയില്ല. ലാത്തി കൊണ്ട് 4 കൊടുത്തിട്ട് ചോദിച്ച് എന്റെ കൊള്ളയടിച്ച സാധനങ്ങളൊക്കെ എവിടെയാണോ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന്. സത്യത്തിൽ ഞങ്ങളെ ആരോ ഫോൺ വിളിച്ച് വരുത്തിയതാ അവിടേക്ക്. മര്യാദയ്ക്ക് എന്റെ സാധനങ്ങൾ തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ബല്ലാങ്കൾ അങ്ങളുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്. കാരണം ഇവരല്ലേ ഈ മോഷണം നടത്തിയത്. അല്ല കൊച്ചേർക്ക, നീ എന്തായി പറയുന്നേ? ഞാൻ തന്നെ നേരിട്ട് ചെന്ന ഇവരെ പിടിച്ചത്. പക്ഷെ നിങ്ങൾക്ക് അവിടുന്ന് മോഷ്ടിച്ച മുതല് കിട്ടിയോ? കിട്ടിയിട്ടില്ല. കാരണം അതിനു മുൻപേ അവിടെ മോഷണം നടന്നിരുന്നു. ഇവരെ കുറ്റക്കാരാക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പിന്നെ മോഷ്ടിച്ചത് ആരാണ്? എലികളാണ് മോഷണം നടത്തിയത്. അമ്മാവ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് സാധാരണ എലികളല്ല, ട്രെയിൻഡ് എലികളാണെന്ന്. ആ റോളിപ്പോളി വന്നപ്പോ അവര് പ്രത്യേക ലാംഗ്വേജ് യൂസ് ചെയ്തു. പിന്നെ എലികൾ അവരുടെ ട്രാപ്പിലായിരുന്നു. എനിക്ക് അപ്പൊ തന്നെ സംശയം തോന്നിയതാ. എല്ലാം റോളിപ്പോളിയുടെ ട്രെയിനിങ് ആയിരുന്നു. പക്ഷെ അവരെങ്ങനെയാ എന്റെ ഓഫീസ് തുറന്നത്? എന്റെ ജനലുകളും വാതിലുകളും അടച്ചിരുന്നതാണല്ലോ. പിന്നെ താക്കോലാണെങ്കിൽ എന്റെ പക്കലും ഉണ്ടായിരുന്നു. താക്കോലോ? ബല്ലാങ്കൾ, എനിക്ക് താക്കോലൊന്ന് തരുവോ? ഇതാ മോനെ. എന്റെ സംശയം ശരിയായിരുന്നു. എലികളങ്ങളുടെ താക്കോല് സോപ്പില് പതിപ്പിച്ചിരുന്നു. എന്നിട്ട് അത് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കി. കാരണം മരുന്നടിക്കാൻ വേണ്ടി ഓഫീസ് ഒഴിഞ്ഞു കൊടുത്തായിരുന്നില്ലേ. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ നീ എങ്ങനെയാ ചിന്തിക്കുന്നത് കൊച്ചേർക്ക? ഇനി ആ എലികളെ നമ്മൾ എങ്ങനെയാ പിടികൂടാ? എലികളെ പിടിക്കാൻ ഒരു കണ്ടംപൂച്ച വരുന്നുണ്ട്. കണ്ടംപൂച്ചയോ? വരണം കോച്ചിയങ്ങൾ, നിങ്ങളെ ഞാൻ കാത്തിരിക്കായിരുന്നു. അമ്മാവ, ഈ പൂച്ചനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് ഗോജിയങ്ങൾ ഉണ്ടാക്കിയ റോബോട്ടിക് പൂച്ചയാ. ഇന്നലെ ഞാൻ ആ 2 എലികളുടെയും ഫോട്ടോ എടുത്തായിരുന്നു. ഇനി ഈ പൂച്ച ഈ എലികളുടെ ഫോട്ടോ മെമ്മറിയിൽ സൂക്ഷിക്കും. എന്നിട്ട് അവരെ തെരഞ്ഞു കണ്ടുപിടിക്കും. ഭതീജേ, ഇതാണ് പൂച്ചയുടെ കൺട്രോൾ പാഡ്. ഈ പൂച്ച നമ്മളെ ഇനി എവിടെയെല്ലാം കൊണ്ടുപോകുമെന്ന് അറിയില്ല. എടോ അമ്മാവോ, താൻ സ്കൂട്ടറാണോ അതോ ഫൈറ്റർ പ്ലെയിൻ ആണോ ഓടിക്കുന്നത്? എന്ത് ചെയ്യാനാ പോലീസ് മാഡം, ഞാൻ അനന്തരവനെ ഫോളോ ചെയ്യുകയാണ്. നിഷാനെ, നീ വാ. എല്ലാത്തിനും തയ്യാറായിക്കോ. എല്ലാവരും തയ്യാറായിക്കോളൂ. ജിം 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 ജിം. ഇവർക്കൊന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവരുടെ ചൂച്ചൂച്ചു മെസ്സേജ് എങ്ങനെ മനസ്സിലാവും? അമ്മാവാ, പോലീസ് മാഡം, നിങ്ങൾ ബാൻഡ് വാദ്യം തുടങ്ങിക്കോ.
എന്താ അനന്തരവാ ഈ ബാൻഡ് വാദ്യം എന്തിനാണെന്ന് പറയാമോ? അമ്മാവാ, ഈ എലികൾക്ക് കൊടുത്ത ട്രെയിനിങ്ങിൽ ബാൻഡ് വാദ്യം തുടങ്ങിയ ഇവര് ഡാൻസ് കളിക്കാൻ തുടങ്ങും. റോളിപ്പോളിയുടെ ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് കേൾക്കാത്ത രീതിയിൽ നമ്മൾ ഒച്ചത്തിൽ വായിക്കണം. നീ ആള് കൊള്ളാലോ കൊച്ചേർക്ക, നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നു. അല്ല, ഇവയ്ക്കെന്താ പറ്റിയത്? ഇവയ്ക്ക് നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ ഇവിടെ ഓടി രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധി. വന്നേ വന്നേ വന്നേ. ഞങ്ങളോടൂടൊക്കെ വന്ന ഞങ്ങൾ ഉടച്ച് കയ്യിൽ തരും. ഏത് കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കും ഈ അമ്മാവനും അനന്തരവനും. റോളിപ്പോളി, ഇനി ജയിലിൽ ഇതുകൊണ്ട് കൊട്ടിപ്പാടി എലികൾക്ക് ട്രെയിനിങ് കൊടുക്കും. ഒപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ഹോയ് ഹോയ്, അതേ അനന്തരവാ.